അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോടെ നാം വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിന്റെ എല്ലാ ഹുർമത്തുകളും മാനിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ റിള കരസ്ഥമാക്കാൻ നമ്മെ എല്ലാവരെയും അവൻ തുണക്കട്ടെ. ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്തയെ കുറിച്ച് ഞാൻ ഒരൽപ്പം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 11 മാസക്കാലം തീർച്ചയായും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടവരും വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹുവിന്റെ ആ വിധിവിലക്കുകളെ ഫോളോ ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ വളരെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ 11 മാസക്കാലം വിശ്വാസികൾ കഴിച്ചുകൂട്ടി. 11 മാസത്തിലും അല്ലാഹുവിനെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അല്ലാഹു തആല ഒരു മാസം മുഴുവനും അവന്റെ അടിമകൾക്കായി ഒരമൽ ചെയ്താൽ വളരെ വളരെ പ്രതിഫലം, അറ്റമില്ലാത്ത പ്രതിഫലം, വിശ്വാസിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ ഇഖ്ലാസിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല ധാരാളം പ്രതിഫലം നൽകുമെന്നും അവന്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുമെന്നും പ്രത്യേകമായ മഗ്ഫിറത്തും നരകത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുമെന്നും ഈ മാസത്തിലെ ഒരൊറ്റ ഒരു രാവ് 1000 മാസത്തെ അമലിനേക്കാൾ ആ ഒരൊറ്റ ഒരു രാത്രി ചെയ്യുന്ന ഒരു അമലിന് അല്ലാഹു തആല പ്രതിഫലവും സ്ഥാനവും നൽകുമെന്നും അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടത് എന്തിനാണ്? 11 മാസക്കാലം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈ നിസ്കാരവും 11 മാസത്തിലെ നമ്മളെ ഇബാദത്തുകളും നമുക്ക് രക്ഷപ്പെടാൻ പോരെ? പിന്നെ അല്ലാഹു തആല പ്രത്യേകമായ ഒരു മാസം തന്നെ വിശ്വാസികളായ ആളുകൾക്ക് രക്ഷപ്പെടാൻ, മഗ്ഫിറത്ത് ലഭിക്കാൻ എന്ന നിലയിൽ സജ്ജമാക്കിയത് എന്തിനാണ് എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. തീർച്ചയായും രക്ഷപ്പെടുക എന്നത് എളുപ്പമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക, പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. ഹഖ്ഖ തുഖാത്തിഹി, അല്ലാഹു തആലയുടെ ഈ ഒരു വാക്യത്തിന്റെ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന് നിങ്ങൾ കീഴ്പ്പെടണം, വഴിപ്പെടണം, തഖ്വ ചെയ്യണം എന്ന് പറയുമ്പോൾ ഹഖ്ഖ തുഖാത്തിഹി, തഖ്വയുടെ ക്രമത്തിൽ തന്നെ തഖ്വ ചെയ്യണം. അല്ലാഹുവിന് തഖ്വ ചെയ്യലാണ് നിസ്കാരം. നിസ്കാരം എന്നത് അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന ഭാഗമാണല്ലോ. ഈ നിസ്കാരം അതിന്റെ ക്രമത്തിലാക്കുക എന്നതാണ് അല്ലാഹു തആല പറയുന്നത്. ഇതുപോലെയുള്ള സകല ഇബാദത്തുകളും അത് അതിന്റെ ക്രമത്തിലായിരിക്കണം. അതെന്താണ് അതിന്റെ ക്രമം? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ കാര്യം, ഒരു മുസ്ലിമും കാഫിറും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ഒരു അടയാളമായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിസ്കാരത്തിനെ യഥാക്രമത്തിലാക്കുക, ശരിയായ അതിന്റെ ക്രമത്തിൽ ആക്കുക എന്നിടത്ത് തന്നെ നമുക്ക് അറിവ് പൂർണ്ണമല്ല, നമുക്കതിനുള്ള കഴിവ് പൂർണ്ണമല്ല.
എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ മസാല തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല? ഓരോ പ്രയാസങ്ങളും സംശയങ്ങളും നിസ്കാരത്തിൽ വരുമ്പോൾ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മസാലകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മസാലകൾ കേവലം ഒരു നിസ്കാരത്തിന്റെ മസാലയായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമ്മൾ വിവരമില്ലാത്തവരാണ്. ഇത് ഫിഖ് സംബന്ധമായ ഫിഖിലെ സിഹത്തിനെ ബാധിക്കുന്ന മസാലകളാണെങ്കിൽ അല്ലാഹു റബ്ബുൽ തആല നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഖബൂൽ നമുക്ക് ലഭിക്കണം. ഇത് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്? ഇതിൽ നമുക്കെല്ലാവർക്കും അജ്ഞത ധാരാളമാണ്. എന്നല്ല, നമുക്ക് അറിഞ്ഞുകൂടാ, തീരെ അറിഞ്ഞുകൂടാ എന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്ന, ഖബൂൽ ചെയ്യുന്ന, പൊരുത്തപ്പെടുന്ന വിധാനത്തിലേക്ക് നമ്മളുടെ നിസ്കാരം എത്തണം. ഇതിനെന്ത് ചെയ്യണമെന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത് നമ്മൾ പഠിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അദ്വിധം നമ്മളുടെ നിസ്കാരത്തിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നതും ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും മുത്തുനബി തങ്ങളോട് ചോദിച്ചതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനും ഇസ്ലാമും വിവരിച്ചു കൊടുത്തതിന് ശേഷം ഇഹ്സാനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞ മറുപടി നമുക്കൊക്കെ അറിയുന്നതാണ്. ഇബാദത്തുകൾ അത് മുഴുവനും നീ അല്ലാഹുവിനെ കാണുന്ന രൂപത്തിൽ, നിന്റെ മനസ്സാകുന്ന കണ്ണിൽ അല്ലാഹുവിനെ കാണുന്ന രൂപത്തിൽ നിസ്കരിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഇഹ്സാൻ. അത് ഏറ്റവും ഉയർന്ന പദവിയാണ്. അല്ലാഹുവിനെ നീ കാണുക, നിന്റെ അകത്തെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ കാണുക എന്നത് ഒരു അടിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. അങ്ങനെ നിനക്കതിന് സാധിച്ചില്ല എങ്കിൽ, ആ ഒരു പദവിയിലേക്ക് ഉയരാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ, യജമാനനായ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ നീ ആകണം. ഏറ്റവും വലിയ ഉയർന്ന സ്റ്റെപ്പ് അല്ലാഹുവിനെ മനസ്സാകുന്ന കണ്ണിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കുക എന്നതാണ്, ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അത് നിനക്ക് സാധ്യമല്ലെങ്കിൽ നിന്നെ യജമാനനായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന മാനസികാവസ്ഥയിലേക്ക് നീ എത്തണം. ഇതാണ് ഇഹ്സാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ ഇഹ്സാനില്ലാത്ത നിസ്കാരം, ഈ രണ്ട് സ്റ്റെപ്പില്ലാത്ത, ഒന്നിരിക്കൽ ആദ്യം പറഞ്ഞ ആ സ്റ്റെപ്പ്, അത് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഏതെങ്കിലും ഈ പറഞ്ഞ രണ്ടിലേതെങ്കിലും ഒരു സ്റ്റെപ്പിലാണോ എന്റെയും നിങ്ങളുടെയും നിസ്കാരമെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു നിസ്കാരം എന്ന പ്രഥമമായി നമ്മൾ ചെയ്യുന്ന ഈ ഇബാദത്ത്, ആ ഇബാദത്തിൽ വരെ നമുക്ക് പൂർണ്ണത നേടാൻ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രൂപത്തിലാക്കി തീർക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമല്ലേ? ഭൗതികമായ ചർച്ചകളിലും തർക്കങ്ങളിലും ഒക്കെ അകപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അതേ സംബന്ധിച്ച് നിരന്തരമായും സ്വന്തത്തെയും നമ്മളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഉണർത്തിക്കൊണ്ടേയിരിക്കണ്ടേ? അതല്ല ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഈമാനികമായ വളർച്ചയും വികാസവും നമുക്ക് ഉണ്ടാക്കി തീർക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതല്ലേ? അള്ളാഹുവിന്റെ ഖബൂൽ നമുക്ക് ലഭിക്കണമെങ്കിൽ, ചെയ്യുന്ന അമലുകൾ ഖബൂലുള്ളതാകണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ മനസ്സ് അള്ളാഹുവിലേക്ക് ചേരണം. ഇന്ന് നമ്മളുടെ അവസ്ഥ, ചെയ്യുന്ന അമലുകളെല്ലാം, ഏത് ഇബാദത്തുകൾ നമ്മൾ ചെയ്താലും അതെല്ലാം ഒരു അലങ്കാരം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ളുഹറിന്റെ സമയമായ ളുഹർ നിസ്കരിക്കണം, അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അസറിന്റെ സമയമായാൽ അസർ നിസ്കരിക്കണം, അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്.
ഏതുപോലെ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് പോലെ, രാത്രി ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരു ദിനചര്യയായി നമ്മൾ അങ്ങനെ നിസ്കരിച്ചു കൂട്ടുന്നു എന്നല്ലാതെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ നമുക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ കാര്യം വളരെ കഷ്ടമാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക്, തഫഖദുൽ ഹലാവത ഫീ സലാസ്, 3 കാര്യത്തിൽ ലഭിക്കേണ്ട ലദ്ദത്ത് അവർ നഷ്ടപ്പെടുത്തി. ഏതാണ് ആ 3 കാര്യം? അസ്സലാ വൽ ഖുർആൻ വദ്ദുആ. നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ചെയ്യുക. നമ്മൾ എത്ര കാലമായി നിസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു? നമ്മളുടെ നിസ്കാരത്തിലോ നമ്മളുടെ ദുആയിലോ നമ്മളുടെ ഖിറാഅത്തിലോ അതിൻ്റെതായ ഒരു ലദ്ദത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്? സാധാരണ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ജ്യൂസിന്റെ രുചി നമുക്ക് ലഭിക്കാറുണ്ട്. ബിരിയാണിയോ മറ്റു ഭക്ഷണമോ കഴിക്കുമ്പോൾ അതിന്റെ രുചി നമുക്ക് തിരിച്ചറിയാറുണ്ട്. ഇങ്ങനെ നിസ്കരിക്കുന്ന നമ്മൾ എത്ര കാലമായി നിസ്കരിക്കുന്നു? ഈ നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും അതിന്റെ രുചി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ രുചി ലഭിച്ചിട്ടുണ്ടോ? ദുആ ചെയ്യുമ്പോഴും ദിക്റും തസ്ബീഹും ഉരുവിടുമ്പോഴും അതിന്റെ രുചി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മഹാനവറുകൾ പറയുന്നത് അതിനങ്ങനെ രുചിയുണ്ട്. ആ രുചി നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങളിൽ ആർക്കെങ്കിലും നിസ്കാരത്തിന്റെ രുചി ലഭിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ പാരായണത്തിന്റെയും ദിക്റിന്റെയും ഒക്കെ രുചി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് നിലനിന്ന് കിട്ടുവാൻ പരിശ്രമിക്കുകയും അല്ലാഹു തആല അവന്റെ ഫദ്ലായി നിങ്ങൾക്കത് കനിഞ്ഞതിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കുകയും വേണം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഫൈലം യജിദുഹാ, നിസ്കാരത്തിലും മറ്റു ഇബാദത്തുകളിലും നിങ്ങൾക്ക് രുചികൾ ലഭിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെയും നിങ്ങളുടെയും ബുദ്ധിയെ, ചിന്തയെ തട്ടി ഉണർത്തിക്കൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅലമു, നിങ്ങൾ അറിയണം, അന്ന അബ്വാബൽ ഖൈരി അലൈക്കും മുഗ്ലഖത്തുൻ, ഖൈറിന്റെ വാതിലുകൾ നിങ്ങളുടെ മേൽ അടക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ വളരെ ഗൗരവത്തോടെ നമ്മൾ ഇത് ഓർക്കണം. ഇത്ര കാലം നിസ്കരിച്ചിട്ട് എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ രുചി നമുക്ക് ലഭിച്ചില്ല? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് നമുക്കതിന്റെ രുചി ലഭിക്കുന്നില്ല. മഹാനവറുകൾ പറഞ്ഞതുപോലെ, ഖൈറിന്റെ വാതിലുകൾ നമുക്ക് മേൽ കൊട്ടിയടക്കപ്പെട്ടതാണോ? അല്ലാഹു അടക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു തആല അടക്കപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് എന്ത് നേടാൻ സാധിക്കും? ഇത് നമ്മൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇബാദത്തിന്റെ ഈ ലദ്ദത്തുകൾ നമുക്ക് ലഭിക്കുക? അതെന്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു എന്നത് നമ്മൾ അറിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിശുദ്ധ റമദാൻ മാസം, ഈ വരുന്ന മാസത്തിലും ജീവിതം മുഴുവനും ചെയ്യുന്ന ഇബാദത്തിന്റെ ലദ്ദത്തുകൾ ആസ്വദിക്കാൻ സാധിക്കും. മഹാനായ ഹുവൈബ് ഇബ്നുൽ വറദ് എന്ന മഹാനവറുകൾ പറഞ്ഞു, ലാ യജിദു ഹലാവത്തൽ ഇബാദത്തി മൻ യഅസില്ലാഹ്, അല്ലാഹു തആലക്ക് എതിർ പ്രവർത്തിക്കുന്ന, തെറ്റ് ചെയ്യുന്ന കുറ്റവാളികളായ ആളുകൾ, അവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇബാദത്തിന്റെ രുചി അവർക്ക് ലഭിക്കുകയില്ലേ? അങ്ങനെയാണോ ലഭിക്കാതിരിക്കുക? തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ ഇബാദത്തിന്റെ രുചി നമുക്ക് ലഭിക്കാതിരിക്കുന്നത്? മഹാനായ വഹീബ് ഇബ്നുൽ വറദ് എന്നവരോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ലാ വലാ മൻ ഹമ്മ ബിൽ മഅസിയത്തി, തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, തെറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് കൊണ്ടും ഇബാദത്തിന്റെ ലദ്ദത്തുകൾ ലഭിക്കുകയില്ല എന്ന് മഹാൻ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്.
അപ്പോ നമുക്ക് ഇബാദത്തിന്റെ ലസ്സത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണം, നിസ്കാരത്തിന്റെ ലസ്സത്തും മറ്റു ഇബാദത്തിന്റെ ലസ്സത്തും നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യണമെന്നില്ല, തെറ്റ് ചെയ്യാൻ ചിന്തിച്ചാൽ. ഒരു തെറ്റ് ചെയ്യുന്നതിനെ ചിന്തിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ ലസ്സത്ത് നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമാകുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? നിരന്തരമായി ഹറാമുകൾ കേൾക്കുന്നു, ഹറാമുകൾ കാണുന്നു, ഹറാമ് സംസാരിക്കുന്നു, ഹറാമ് പ്രവർത്തിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് ഇബാദത്തിന്റെ ലസ്സത്ത് ലഭിക്കും? തൂലുൽ ഇസ്തിമാഇ ഇലൽ ബാതിൽ യുത്ഫിഉ ഹലാവത ത്വാഅതി മിനൽ ഖൽബ്. തൂലുൽ ഇസ്തിമാഇ ഇലൽ ബാതിൽ, ബാതിലായ ശരിയല്ലാത്ത പാട്ടുകളോ മ്യൂസിക്കുകളോ ഇതുപോലെയുള്ള ശരിയല്ലാത്ത ബാതിലായ സംഗതികൾ കേൾക്കുന്നത് യുത്ഫിഉ ഹലാവത ത്വാഅതി മിനൽ ഖൽബ്, ഖൽബിൽ നിന്ന് അല്ലാഹു തആലക്ക് ചെയ്യുന്ന ത്വാഅത്തിന്റെ, വഴിപ്പെടുന്നതിന്റെ, ഇബാദത്തിന്റെ ലസ്സത്തിനെ, രുചിയെ ഖൽബിൽ നിന്ന് അത് കെടുത്തിക്കളയും. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ അതിൻ്റെതായ രസം കിട്ടാത്തത്, രുചി കിട്ടാത്തത് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സകലവിധ തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടുനിന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ, നമ്മളുടെ ഖൽബിനെ ലയിപ്പിച്ചാൽ തീർച്ചയായും ഇബാദത്തിന്റെ ലസ്സത്ത് നമുക്ക് ലഭിക്കും. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു സ്വഹീബത്തു അക്ബർ റിജാലില്ലാഹി തആല ഫി ജബൽ ലബ്നാൻ, ലബ്നാൻ മലയിൽ ഞാൻ ഒരുപാട് അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി സന്ധിച്ചു. ഫകാനു യൂസുനനി, അവർ എന്നോട് വസിയത്ത് ചെയ്യുമായിരുന്നു, ഇദാ റജഅത ഇലാ അബ്നാഇ ദുനിയ ഫഇബുഹും, നീ ദുനിയാവിന്റെ മക്കളിലേക്ക് മടങ്ങിയാൽ. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് ഔലിയാക്കൾ നൽകിയ വസിയത്താണ്, നീ ദുനിയാവിന്റെ മക്കളിലേക്ക് മടങ്ങിയാൽ 4 കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ 4ൽപ്പെട്ട ഒരു കാര്യമാണ് മയ്യുക്സിറുൽ അക്ല ലാ യജിദു ലസ്സത്തൽ ഇബാദ. ഇബാദത്തിൽ ലസ്സത്ത് നമുക്ക്, ഇബാദത്തിന്റെ ലസ്സത്ത് നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണമാണ് ഭക്ഷണം കഴിക്കുന്നത്, തീറ്റ അധികരിച്ചാൽ. മയ്യുക്സിറുൽ അക്ല, തിന്നുന്നത് ഒരാൾ പെരുപ്പിച്ചാൽ ലാ യജിദു ലസ്സത്തൽ ഇബാദ, ഇബാദത്തിന്റെ ലസ്സത്ത് അവന് ലഭിക്കുകയില്ല. അല്ലാഹു തആല ഇബാദത്തിന്റെ ലസ്സത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ ഇബാദത്തിന്റെ ലസ്സത്ത് ലഭിക്കണമെങ്കിൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, തെറ്റ് ചിന്തിക്കാൻ വരെ പാടില്ല. പിന്നെയോ ഭക്ഷണം നമ്മൾ കുറക്കണം. അധികം ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തിന്റെ ലസ്സത്ത് ലഭിക്കുകയില്ല. ഇത് തന്നെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന കുല്ല ലദീദിൻ യസ്തഹിൽ ഇൻസാനു ഫഅകലഹു. മനുഷ്യന്റെ ആശ ആഗ്രഹിക്കുന്ന ഏതൊന്നും അത് മനുഷ്യൻ തിന്നാൻ വേണ്ടി ആഗ്രഹിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും? അങ്ങനെ ഭക്ഷണം പെരുത്താൽ തീർച്ചയായും അവൻ വലിയ കിബ്രനും അതുപോലെ തന്നെ ഖൽബ് ഖസ്വത്തുള്ളവനാകും, കട്ടിയുള്ള ഹൃദയം, റഹ്മത്തില്ലാത്ത, കൃപയില്ലാത്ത, ലാളിത്യമില്ലാത്ത ഹൃദയമായി മാറും. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഈ അമലുകൾ അല്ലാഹു തആലക്ക് ചെയ്യുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 11 മാസക്കാലം നമ്മൾ ഇബാദത്ത് ചെയ്തു. ഇനി ഒരു മാസം അല്ലാഹു തആല പ്രത്യേകമായി നമ്മൾക്ക് നൽകുമ്പോൾ ഒരു മനുഷ്യന് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നത് അല്ലാഹു തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വിധത്തിലുള്ള ഓഫറുകളൊക്കെ സ്വീകരിച്ചിട്ടേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ 1000 കൊല്ലം ജീവിച്ച് 1000 കൊല്ലം സുജൂദിൽ കിടന്നാലും ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അവൻ നമുക്ക് നൽകിയ നിയമത്തിന് പകരമാകൂല. കണ്ണിന്റെ കാഴ്ചയാകട്ടെ, കാതിന്റെ കേൾവിയാകട്ടെ, സംസാരശേഷിയാകട്ടെ, ചലനശക്തിയാകട്ടെ, എന്തു തന്നെയായാലും ഇതിനൊക്കെ നമ്മൾ ശുക്ർ ചെയ്യേണ്ടവരാണ്, നന്ദി ചെയ്യേണ്ടവരാണ്. ആ നന്ദി തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധ്യമല്ല.
ഒരാൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കാൻ സൗഭാഗ്യം ലഭിച്ചാൽ, ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അപ്പോഴും നമ്മൾ അല്ലാഹുവിന് കടപ്പെട്ടവരാണ്. കാരണം അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു നിഅമത്തിന്റെ മേൽ നമ്മൾ സ്തുതിച്ചാൽ അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള സൗഭാഗ്യം അല്ലാഹു തന്നു. അത് അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ്. ആ നിഅമത്തിനെ നമ്മൾ മറ്റൊരു സ്തുതിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആ അൽഹംദുലില്ലാഹ് പറഞ്ഞതിന് മറ്റൊരു അൽഹംദു നമ്മൾ പറയേണ്ടി വരും. ഈ അൽഹംദു പറഞ്ഞതിന് പിന്നൊരു അൽഹംദു പറയേണ്ടി വരും. ഇതെല്ലാം അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധ്യമേ അല്ല. എങ്കിൽ നിഅമത്തിന് വരെ നമ്മളുടെ അമല്, നിഅമത്തിന്റെ ശുക്റായി നമ്മളുടെ അമലുകൾ പര്യാപ്തമല്ലെങ്കിൽ അല്ലാഹു തആലക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് നമ്മളുടെ ഇബാദത്ത് മൂലം നമ്മൾ നേടിയെടുത്താൽ തന്നെ സ്വർഗത്തിലേക്ക് എത്തുകയും അല്ലാഹുവിന്റെ റിള ലഭിക്കുന്ന വലിയ പദവിയിലേക്ക് എത്തുകയും ചെയ്യുക എന്നത് വളരെ പാടാണ്. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഓഫറുകൾ നൽകി, വാഗ്ദാനങ്ങൾ നൽകി. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അല്ലാഹു തആല ഈ അടിമകളെ അവന്റെ റിളയിലേക്ക് എത്തിക്കാൻ വേണ്ടി, സ്വർഗീയ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഓഫറുകൾ എത്രയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഈ റമദാനിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. ഇത് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്താൻ, ഞാൻ അമൽ കുറഞ്ഞവനാണ്, ഒരു റക്അത്ത് പോലും ഖുശൂഅോടുകൂടെ അല്ലാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിക്കാൻ കഴിയാത്തവനാണ്. ഒരു സുജൂദിൽ മുഴുവനായി അല്ലാഹു തആലയെ മാത്രം ഖുശൂ ചെയ്ത് ഓർമ്മിച്ച് ചിന്തിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവനാണ് എന്ന് ഞാനും നിങ്ങളും സ്വയം ചിന്തിച്ചാൽ, നമ്മെ നാം വിലയിരുത്തിയാൽ തീർച്ചയായും ഈ റമദാൻ മാസം നമുക്ക് പാഴായി പോകില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം 100 കൊല്ലക്കാലം കരഞ്ഞിട്ട് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു തആല ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച 100 കൊല്ലത്തിനു ശേഷം കാഴ്ച നഷ്ടപ്പെട്ട ശുഐബ് നബിന്റെ കാഴ്ച അല്ലാഹു തആല തിരിച്ചു നൽകി. പിന്നെയും 100 കൊല്ലക്കാലം ശുഐബ് നബി അലൈഹിസ്സലാം കരഞ്ഞു. പിന്നെയും അല്ലാഹു തആല കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തു. കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തതിനു ശേഷം അല്ലാഹു തആല ചോദിച്ചു, ശുഐബേ, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ? നരകത്തെ പേടിച്ചുകൊണ്ടാണോ? എന്താണ് നിങ്ങൾ കരഞ്ഞതിന്റെ രഹസ്യം? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം അപ്പോൾ പറഞ്ഞത്, നരകത്തെ പേടിച്ചുകൊണ്ടോ സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ അല്ല ഞാൻ കരഞ്ഞത്. എന്റെ മനസ്സിന്റെ അകത്ത് നീയുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു കെട്ടുണ്ട്. ആ കെട്ടാണ് എന്നെ കരയിപ്പിക്കുന്നത്. യജമാനനായ റബ്ബേ, നീയുമായി എന്റെ ഖൽബ് കെട്ടപ്പെട്ടിരിക്കുന്നു. ആ കെട്ടാണ് എന്നെ കരയിപ്പിക്കുന്നത്. ആ കെട്ട് അഴിയണമെങ്കിൽ നിന്നെ കാണാതെ കഴിയില്ല. നിന്നെ കണ്ടാൽ മാത്രമേ ആ കെട്ടഴിയുകയുള്ളൂ എന്ന് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണ്, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഈ രൂപത്തിൽ ഖൽബിൽ അല്ലാഹുവിനോട് ബന്ധമുള്ള ആളുകളുടെ നിസ്കാരം എങ്ങനെയായിരിക്കും? അവരുടെ ഖൽബിന്റെ അകത്ത് അല്ലാഹുവിനോട് ഈ രൂപത്തിലുള്ള ബന്ധമാണ്, താല്പര്യമാണ് എങ്കിൽ അവർ അല്ലാഹു തആലക്ക് ദിക്ർ ചൊല്ലുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിന്റെ വലിയ വലിയ അമ്പിയാക്കളൊക്കെ ഈ രൂപത്തിലാണ് അല്ലാഹുവിന് കീഴ്പ്പെട്ടത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം 40 ദിവസക്കാലം സുജൂദിൽ കിടന്നു കരഞ്ഞു. ചരിത്രം പറയുന്നത് 40 ദിവസം സുജൂദിൽ കിടന്ന് കരഞ്ഞ് ആ കണ്ണീരിറ്റി വീണ സ്ഥലത്ത് ചെടികൾ, പുല്ലുകൾ മുളച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അവരൊക്കെ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, തെറ്റില്ലാത്ത ആളുകൾ. ഈ അമ്പിയാക്കൾ ഈ വിധമാണ്
അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത് എങ്കിൽ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചത് എങ്കിൽ നമ്മൾ എപ്പോൾ നന്നാകാനാണ് നമ്മുടെ ഉദ്ദേശം? ഞാൻ എപ്പോ നന്നാകും എന്നതാണ് എന്റെയും നിങ്ങളുടെയും ഉദ്ദേശം. എപ്പോഴത്തേക്കാണ് മാറ്റിവെക്കുന്നത്? حتى دنا منه الأجل الموت يأتي بغتة والقبر صندوق الأمل يصبر على أهوالها لا موت إلا بالأجل. ദുനിയാവിന്റെ കാര്യത്തിൽ ഏർപ്പെട്ട് നമുക്കിന്ന് സമയമില്ലാത്തതല്ലേ നമ്മളുടെ ദുനിയാവാണ്. റമദാൻ മാസമായാലും അല്ലാത്ത സമയമായാലും റമദാനിലെ ഒരല്പസമയം പള്ളിയിൽ കൂടുതൽ ഇരിക്കുക നമുക്ക് സാധ്യമല്ല, സമയമില്ല. ജുമുഅക്ക് കുറച്ച് നേരത്തെ വന്ന് അൽക്കാഫും സലാത്തും ഓതുക, എന്നിട്ട് ജുമുഅയും ഖുതുബൊക്കെ കഴിഞ്ഞ് ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ കേട്ട് എല്ലാം കഴിഞ്ഞ് പിരിയുക. സമയമില്ല. എന്തേ സമയമില്ലാതായി പോയത്? നമ്മുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു. പല സംഗതികളും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, സമയമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തടസ്സമായി നിൽക്കുന്നതും വിഘാതം സൃഷ്ടിക്കുന്നതും എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒന്നിരിക്കൽ മക്കളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെ ദുനിയാവിന്റെ ഏർപ്പാടുകളുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ നമുക്ക് ഇബാദത്തിന് തടസ്സമാകുന്ന ഒന്നുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. ഇത് നമ്മൾ ഓർക്കണം. നമ്മുടെ ദുനിയാവിൽ നമുക്ക് ഫിത്നയാകുന്ന ഈ സന്താനങ്ങളും സമ്പത്തിനും വേണ്ടിയിട്ടാണ് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാതെ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ദുനിയാവിൽ എന്തെല്ലാം നേടിയെടുക്കാനുള്ള നമ്മുടെ മോഹങ്ങളും ആശകളും നമ്മൾ ആയുസ്സറുതിയിലേക്ക്, മരണത്തിലേക്ക് നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗഫ്ലത്തിലാണ്, നമുക്ക് ചിന്തയില്ല. നമ്മളുടെ ചിന്ത കഴിയുന്നത്ര കാലം ഇവിടെ ജീവിക്കുന്നത്ര കാലം നല്ല ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും അതുപോലെ തന്നെ സാമ്പത്തികമായ ശേഷിയോടെയും മക്കൾക്കൊക്കെ വേണ്ടതൊക്കെ ഉണ്ടാക്കി ജീവിക്കണം എന്നതാണ് നമ്മളുടെ മോഹം. അതിനുവേണ്ടി നമ്മൾ നട്ടോട്ട് മൂടുകയാണ്. അൽ മൗതു യഅതി ബഗ്തതൻ, വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾക്ക് കാണുന്നതാണ് മരണം എന്നത്. അത് പെട്ടെന്ന് സംഭവിക്കും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരിക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും മരിക്കുക, വീട്ടിൽ കയറുമ്പോഴായിരിക്കും മരിക്കുക. അത് ചിലപ്പോൾ മുന്നറിയിപ്പ് നൽകൂല, പെട്ടെന്ന് സംഭവിക്കും. വൽ ഖബ്റു സുൻദൂഖുൽ അമൽ, അമലുകൾ നീ ധാരാളം ചെയ്താൽ ആ അമലുകൾ ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കാനുള്ള ഒരു പെട്ടിയാണ് ഖബർ. നിന്റെ ശരീരത്തിനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ ശരീരം ദ്രവിച്ചു പോകും. പലപ്പോഴും സാധാരണഗതിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകത പറഞ്ഞിട്ടുള്ള ചില മഹത്തുക്കൾ, അമ്പിയാക്കൾ അടക്കമുള്ള മഹത്തുക്കൾ, അവരുടേതല്ലാത്ത ശരീരമെല്ലാം ദ്രവിച്ചു പോകും. പിന്നെ അവിടെ ഖബർ തുറന്നു നോക്കിയാൽ, വർഷങ്ങൾ കഴിഞ്ഞ് ഖബർ തുറന്നു നോക്കിയാൽ ഒരു എല്ല് കഷ്ണം പോലും നമുക്ക് കാണില്ല, ഒന്നും കാണില്ല. എന്നാലും അല്ലാഹു തആല നശിച്ചു പോകാതെ സൂക്ഷിക്കുന്ന ഒരു ചെറിയൊരു ബിന്ദു ഖബറിൽ നമ്മുടേതായിട്ടുണ്ടാകും. അത് നമുക്ക് കാണാൻ കിട്ടണമെന്നില്ല. ആ വിധം ശരീരം മുഴുവനും ജീർണിച്ച് മണ്ണായി പോയാൽ നമ്മുടെ അമലുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 സംഗതികൾ ബാക്കിയാകും എന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. നമ്മുടെ അമലുകൾ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ, എന്നെന്നും നിലനിൽക്കുന്ന ജാരിയായ സദഖകൾ, ഇതൊക്കെയാണ് നമുക്കെന്നും നിലനിൽക്കുന്നത്. അപ്പോ ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോയ ഖബറിൽ കിടന്ന അമലുകളെ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തെ, സഹോദര,
നിനക്ക് ദുനിയാവിൽ നേരിടുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും ഇതിൽ മാത്രം നീ പെട്ട് അതിന് ചികിത്സിച്ചും അതിനു വേണ്ടി പണിയെടുത്തും അങ്ങനെ നിന്റെ ശരീരവും നിന്റെ ദുനിയാവിന്റെ സംഗതികളും മാത്രം നോക്കി ഇങ്ങനെ കെട്ടിമറിഞ്ഞിട്ട് നീ നിന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്തണ്ട. നീ മരിച്ചു പോകുമെന്ന പേടി വേണ്ട. രോഗിയായതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ ആ നിരക്ക് നിന്നില്ലെങ്കിൽ ശരിയാവൂല, നോമ്പ് നോക്കാൻ കഴിയുന്നില്ല, സുഖമില്ല, ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ നോമ്പ് ഒഴിവാക്കാണ്, സുഖല്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, സുഖല്ല, ഇരുന്ന് നിസ്കരിക്കാം. ചെറിയ ചെറിയ അസുഖത്തിന്റെ പേരിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോ മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അതിനൊക്കെ ക്ഷമിച്ച് നീ മുന്നേറുക. നിനക്ക് അല്ലാഹു തആല കണക്കാക്കിയ ആയുസിന്റെ ഒരളവുണ്ട്. ആ സമയത്ത് മാത്രമേ നീ മരിക്കുകയുള്ളൂ. നിന്റെ രോഗത്തിന് നീ ചികിത്സിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു തആല കണക്കാക്കിയ സമയത്ത് മരണം സംഭവിക്കും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇല്ലെങ്കിലും നമ്മളോട് അല്ലാഹു തആല സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, ചികിത്സിക്കാൻ പറഞ്ഞത് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്തു ചെയ്താലും നമ്മുടെ മനസ്സിന്റെ അകത്ത് ചിന്ത വേണം, അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ള ആ സമയം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന് മാത്രമേ നമ്മൾ മരിക്കുകയുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ആഴം നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ആഴം നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന തെറ്റുകൾ ചെറുതായി കാണുകയാണ്. ഞാൻ നിങ്ങളും വിലയിരുത്തി നോക്കിയാൽ നമ്മളെപ്പോഴും മറ്റുള്ള ആളുകളെ കുറവ്, അവരുടെ കുറ്റങ്ങൾ പറയുക, സ്വന്തം കുറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, കുല്ലു മഅസിയത്തിൻ അൻ ശഹവത്തിൻ ഫഇന്നഹു യുർജാ ഗഫറാനുഹാ. നമ്മൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയത്, ആശയുടെ പേരിൽ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തെറ്റ് സംഭവിച്ചു പോയത്, അങ്ങനെയുള്ള ഏതെങ്കിലും മോഹത്തിന്റെയും താല്പര്യത്തിന്റെ പേരിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് അത് അള്ളാഹുവിനോട് പൊറുക്കലിന് തേടിയിട്ട് അവൻ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അഹങ്കാരത്തോടുകൂടെ ചെയ്ത തെറ്റുകൾ, അത് അവൻ ചെയ്യുന്നത് അഹങ്കാരത്തോട്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്കിങ്ങനെ കഴിയും. ഉസ്താദുമാര് വേറെ പറഞ്ഞാൽ ഉപദേശിച്ചാൽ അയാൾ ആരത് പറയാം, എനിക്കിങ്ങനെ കഴിയും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന നിലയിൽ. ഇതൊക്കെ നമ്മൾ വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ കല്യാണങ്ങളിലും മറ്റൊക്കെ നടക്കുന്ന അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ആൾ, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം ദീൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോ അതൊന്നും ശരിയാവില്ല, എനിക്കിങ്ങനെ കഴിയും എന്ന അഹങ്കാരത്തോടുകൂടെയുള്ള തെറ്റ് ചെയ്യുന്നത് അതൊരിക്കലും അവൻ പൊറുപ്പിക്കൂല. അള്ളാഹു അവൻ പുറത്തു കൊടുക്കുന്ന ഒരവസ്ഥ അവൻ ഉണ്ടാക്കിയെടുക്കുകയില്ല. കാരണം തൗബ ചെയ്യൂല, അവൻ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടൂല, തെറ്റാണെന്ന ചിന്തയിലേക്ക് അവൻ എത്തൂല. നിങ്ങൾ നോക്കൂല, ഇബ്ലീസ് തെറ്റുകാരനായത് എന്തുകൊണ്ടാണ്? അവൻ തെറ്റുകാരനാകാൻ കാരണം കിബ്റാണ്, അഹങ്കാരം. ഞാൻ ആദം നബിയെക്കാളും വലിയ ആള് ഞാനാണ് എന്ന കിബ്ർ ആർക്കുണ്ടായി? ഇബ്ലീസിനുണ്ടായി. അതേസമയം ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ചെയ്ത അരുതായ്മ എന്താണ്? അതൊരു ആശയുടെ പേരിൽ പഴം തിന്നാനുള്ള മോഹം, ആ മോഹത്തിന്റെ പേരിൽ സംഭവിച്ചു പോയതാണ്. അത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തൗബ ചെയ്തു, അല്ലാഹു തആല തൗബ സ്വീകരിച്ചു. ഇബ്ലീസോ അഹങ്കാരിയായതുകൊണ്ട് തൗബ ചെയ്തില്ല. അപ്പോ നമ്മൾ ഒരിക്കലും ഇബ്ലീസിനെ പോലെ അഹങ്കാരം പ്രകടിപ്പിക്കരുത്, അഹങ്കാരികളായി തെറ്റ് ചെയ്യരുത്, തെറ്റൊരു നിലക്കും ചെയ്യരുത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്ന സമയത്ത്, ഹജ്ജിന്റെ വേളയിൽ മഹാനവരോടെ സംബന്ധിച്ച് പറയാണ്, സുഫിയാൻ സൗരി വലിയ മഹാനാണ്. അദ്ദേഹം ഹജ്ജിന് പോകും, രാത്രിയും പകലും വല്ലാത്ത കരച്ചൽ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വല്ലാതെ കരഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, മഹാനായ ശൈബാനുർ റായി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്, എന്താണ് ഈ കരയുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ
നിങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ടാണോ കരയുന്നത്? തെറ്റ് ചെയ്തു പോയി എന്ന ഖേദത്തിലാണോ കരച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കരയാൻ കാരണം, എന്റെ ഈ കണ്ണീരിന് കാരണം, കരച്ചിലിന് കാരണം എന്റെ അവസാനം എന്തായി തീരുമെന്ന് ഭയം എനിക്കുണ്ട്. ഇത് പറയുന്നത് സുഫിയാൻ സൗരി തങ്ങളാണ്. വലിയ മഹാനരാണ്. ആ മഹാനവറുകൾ പറയുകയാണ്, എന്റെ അവസാനം എന്താകുമെന്നതിലാണ് എന്റെ പേടി. കാരണം ഒരു വലിയ ശൈഖനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ആളുകൾക്ക് ധാരാളം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാനായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം ഖിബിലയിലേക്ക് തിരിച്ചു കടത്തി. അദ്ദേഹത്തെ ഖിബിലയിലേക്ക് തിരിച്ചു കടത്തിയപ്പോൾ ഖിബിലയിൽ നിന്ന് തെന്നി മാറി കാഫിറായി മരിച്ചു പോയിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കണം, വലിയ മഹാനായ ഒരാൾ അവസാനം മരിക്കുന്ന സമയത്ത് എത്രത്തിലെ ചരിത്രം പറയുന്നത്, ഹറമിൽ കൊല്ലങ്ങളോളം ഹറമിൽ താമസിച്ച മഹാൻ, ധാരാളം ഇൽമുള്ള മഹാൻ, ധാരാളം ആളുകൾക്ക് പഠിപ്പിച്ചിട്ടുള്ള മഹാൻ. ആ മഹാൻ അവസാനം ഖിബിലയിലേക്ക് കടത്തിയപ്പോ അവിടെ നിന്ന് തെന്നിയിട്ട് കാഫിറായിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത് എന്ന് ഇത് കണ്ട എനിക്ക് എന്റെ മരണം അവസാനം എന്താകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ഈമാനിന്റെ കാര്യം പേടിക്കണ്ടേ? മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ദനാ മൗതുൽ അബ്ദ്, ഒരു മനുഷ്യന്റെ മരണം അടുത്താൽ ഖുസ്സിമ ഹാലുഹു അലാ ഖംസത്തി അഖ്സാം, 5 ഓഹരിയായ അവന്റെ അവസ്ഥകൾ മാറും. അൽ മാലുൽ വാരിസ്, അവൻ മരിക്കുന്ന സമയത്ത് ഇട്ടേച്ചു പോകുന്ന മുതല് അത് അനന്തരഗാമികൾക്കാണ്. വറൂഹു ലിമലക്കിൽ മൗത്ത്, റൂഹ് മലക്കൽ മൗത്ത് കൊണ്ടുപോകും. വല്ലഹ്മുൽ ദൂദ്, അവന്റെ ശരീരം അത് പുഴുക്കൾക്കാണ്. വൽഅദ്മുൽ തുറാബ്, എല്ലുകൾ മണ്ണായി പോകും, മണ്ണിനുള്ളതാണ്. വൽഹസനാതുൽ ഖുസൂം, അവൻ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുമായി ആരെങ്കിലും പിണക്കത്തിലോ ദേഷ്യത്തിലോ അവൻ ആ നിലക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അത് അവർക്ക് ഓഹരിച്ചു വെച്ചു കൊടുക്കും. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മളുടെ സ്വത്തുവകകൾ മക്കൾ കൊണ്ടുപോകും, നമ്മളുടെ ആത്മാവിനെ മലക്ക് കൊണ്ടുപോകും. ഇതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ഈമാൻ, നമ്മുടെ ഈമാൻ മരിക്കുന്ന സമയത്ത് അപഹരിക്കപ്പെട്ടാലോ, നമ്മളെ ഈമാൻ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയാലോ എന്തൊരു നാശമാണ്. നമ്മളുടെ സ്വത്ത് നമ്മളുടെ മക്കൾ കൊണ്ടുപോകട്ടെ, നമ്മുടെ ആത്മാവിനെ മലക്ക് കൊണ്ടുപോകട്ടെ, എന്തും സംഭവിക്കട്ടെ, നമ്മുടെ ഈമാൻ മരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് റബ്ബിൽ നിന്നുള്ള പിരിയലാണ്. നമ്മൾ നമ്മുടെ റബ്ബിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് ഈമാനിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മൾ വളരെ ജാഗ്രതയോടെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? നമ്മുടെ റബ്ബ് യജമാനനായ, നമുക്ക് വെള്ളം തന്ന, നമുക്ക് എല്ലാ സൗകര്യങ്ങളും പിന്നെ നമ്മെ പോറ്റി വളർത്തുന്ന യജമാനനായ റബ്ബുമായി വിട്ടുപിരിയുക, അവരുമായി നമ്മൾ അകന്നു പോവുക എന്നതാണ് ഈമാൻ നഷ്ടപ്പെടുക എന്നത്. അത് വലിയ വലിയ ഔലിയാക്കൾക്ക് വരെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോ, അള്ളാഹുവിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഒരു രക്ഷയുമില്ലല്ലോ, കലാകാലം നരകത്തിൽ കിടക്കേണ്ടവരില്ലേ? ഇത് നമ്മൾ ഓർത്തുകൊണ്ട് ഇതാ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്താൻ, പാപക്കറകളെല്ലാം കഴുകി ശുദ്ധിയാക്കി ശുദ്ധരാക്കാൻ,
പളങ്ക് പോലെയുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരാക്കാൻ, സ്വർഗീയാവകാശികളാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഹിസാബില്ലാതെ രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിന്റെ ലിഖാഇനെ സദാ കാണുന്ന ഉന്നതമായ പദവിയിലേക്ക് നമ്മെ എത്തിക്കാൻ നമുക്കായി വിശുദ്ധ റമദാൻ അല്ലാഹു തആല നീട്ടിത്തരുകയാണ്. ഇത് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ അമലുകൾ ചെയ്യാൻ പരിശ്രമിക്കണം. അതിനുവേണ്ടി പ്രചോദനം നൽകുന്ന വാക്കുകളായി എന്റെ ഈ വാക്കുകൾ മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.